സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ഡിസാർമമെന്റിനെ സംബന്ധിച്ച ടോക്ക് ശനിയാഴ്ച നടന്നിട്ട് ഇന്ന് 4 ദിവസമാവും. 4ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ദിവസം കണ്ട ആഹ്ലാദമൊന്നും രണ്ട് പക്ഷത്തും ഇപ്പോൾ കാണാനില്ല. തികഞ്ഞ അവിശ്വാസമാണ് രണ്ട് ഭാഗത്തു നിന്നും സംസാരത്തിൽ രണ്ട് കൂട്ടരും പ്രകടിപ്പിക്കുന്നത്. പരസ്പരം യാതൊരു വിശ്വാസവും അമേരിക്കൻ ഭാഗത്താവട്ടെ ഇറാൻ ഭാഗത്താവട്ടെ പരസ്പര വിശ്വാസം അശേഷമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റെസ്പോൺസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അടുത്ത ടോക്കിൻ്റെ ഡേറ്റ് 19-ാം തീയതി എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും എവിടെ വെച്ചാണ് ഈ സംസാരം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഇന്നലെയൊക്കെ പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചത് ഈ സെക്കൻഡ് റൗണ്ട് ഓഫ് ടോക്ക് നടക്കാൻ പോകുന്നത് റോമിൽ വെച്ചാണ് എന്നാണ്. ഇറ്റലിയിൽ നിന്ന് ഔദ്യോഗികമായി അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിലും പേര് വെളിപ്പെടുത്താൻ തയ്യാറില്ലാത്ത സോഴ്സുകൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അസോസിയേറ്റഡ് പ്രസ് തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. കൂടാതെ ഡച്ച് ഫോറിൻ മിനിസ്റ്ററും ഇങ്ങനെ റോമിൽ വെച്ചാണ് അടുത്ത സ്റ്റേജ് ഓഫ് ടോക്ക് എന്ന് പറഞ്ഞതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മീറ്റിംഗ് അടുത്ത ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ അവിടെ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മീറ്റിംഗ് അതിൻ്റെ സൈഡ് ലൈനായിട്ട് ഈ മീറ്റിംഗ് നടക്കുമെന്ന് ഡച്ച് വിദേശകാര്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗാച്ചിയും ഈ ചോദ്യത്തോട് അദ്ദേഹം പോസിറ്റീവായി പ്രതികരിച്ചതായാണ് അസോസിയേറ്റഡ് പ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തത്. പോസിറ്റീവായി പ്രതികരിച്ചു എന്നാൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞില്ല. റോം അല്ലേ അടുത്ത സ്ഥലം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം നെഗറ്റീവായി പ്രതികരിച്ചില്ല. അതിൻ്റെ അർത്ഥം റോമാണ് എന്നാണ് ഇന്നലത്തെ വാർത്തകൾ കേട്ടത്. പക്ഷെ ഇന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് പറഞ്ഞത് ഈ രണ്ടാം ഘട്ട ചർച്ച നടക്കാൻ പോകുന്നത് ഒമാനിൽ തന്നെയാണ് എന്നാണ്. അപ്പൊ ഇതിൽ ഒരു വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. എവിടെ വെച്ച് ചർച്ച നടത്തണം എന്നതിനെ സംബന്ധിച്ച് പോലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. 2, ഇതിൽ അമേരിക്ക മാത്രമല്ല കക്ഷി എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഡച്ച് പ്രതിരോധ മന്ത്രി ഇതിന്റെ രണ്ടാം ഘട്ട ടോക്ക് നടക്കുന്നത് റോമിൽ വെച്ചാണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റാലിയൻ വിദേശകാര്യ വകുപ്പ് തന്നെ അത് റോമിൽ വെച്ചാണെന്ന് പറയണമെങ്കിൽ എൻറ്റയർ നാറ്റോ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്ക ഈ ടോക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് എൻറ്റയർ നാറ്റോ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. അമേരിക്ക മുൻകൈ എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന വേറൊരു സൂചന. നേരെ മറിച്ച് അമേരിക്കയിൽ നിന്ന് അടുത്ത സ്റ്റേജ് ഓഫ് ടോക്കിനെ സംബന്ധിച്ച് കൃത്യമായ യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറഞ്ഞ അടുത്ത സ്റ്റേജ് ഓഫ് ടോക്കിൽ ഇനി ആണ് കൃത്യമായിട്ട് ഫ്രെയിം വർക്ക് ഉണ്ടാകുന്നത്. ആദ്യത്തെ 2 മണിക്കൂർ ഒമാനിൽ വെച്ച് നടന്നത് വെറുതെ ഒരു ഗ്രീറ്റിംഗ് മാത്രമാണ്. നേരിട്ട് കാണുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ചിരിച്ചു കാണിക്കുന്നു, പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെയാണ് സംഭവിച്ചുള്ളത്. അവർ അവിടെ പിന്നെ പൊളൈറ്റ് എന്നൊക്കെയുള്ള ടേമാണ് അഗാച്ചി അവിടെ ഉപയോഗിച്ച വാക്കുകൾ. അപ്പോൾ പൊളൈറ്റ് എക്സ്ചേഞ്ചസ് അവർ ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് അഗാച്ചിയും വിറ്റ്കോഫും നേരിട്ട് കണ്ടിരുന്നു. അപ്പം പിന്നെ 2 മണിക്കൂറാണ് മൊത്തം ഉണ്ടായിരുന്നത്. അതിന് ചെറിയൊരു സമയം അവസാന ഭാഗത്ത് അവർ നേരിട്ട് കണ്ടിരുന്നു. അപ്പം പൊളൈറ്റ് എക്സ്ചേഞ്ചസ് എന്നുള്ളൊരു സംഗതി മാത്രമാണ്. അതായത് ഒരു ചർച്ച തുടങ്ങാനുള്ള അതിന് മുൻപുള്ള ഒരു മീറ്റിംഗ് എന്ന് മാത്രമാണ് ഇറാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. 2 മണിക്കൂർ വരെ സംസാരിച്ചത്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇറാൻ പറയുന്നത് അടുത്ത സ്റ്റേജ് ഓഫ് ടോക്കിലാണ് കൃത്യമായിട്ട് ഇനി എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അടുത്ത റൗണ്ട് ഓഫ് ടോക്കിലാണ്. അപ്പൊ അടുത്ത റൗണ്ട് ഓഫ് ടോക്കിൽ ഇറാന്റെ എയിമായിട്ട് ഇറാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഈ ചർച്ചയുടെ മൊത്തം കണ്ടന്റ് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്താൻ അടുത്ത റൗണ്ട് ഓഫ് ടോക്കിൽ സാധിക്കുമെന്നാണ് ഇറാന്റെ ഒരു ധാരണയായിട്ട് അഗാച്ചി കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞത്. അപ്പൊ അമേരിക്കൻ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ റെസ്പോൺസുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ട്രംപ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ ഏകദേശം വായിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഐ തിങ്ക് ദേ ആർ ടാപ്പിംഗ് us along. ഇറാൻ ഹാസ് ടു ഗെറ്റ് rid of a nuclear weapon. They cannot have a nuclear weapon. അതായത് പിന്നെ ഐ തിങ്ക് ദേ ആർ ടാപ്പിംഗ് us along എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവർ ഞങ്ങളെ വലിപ്പിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിപ്പിക്കുകയാണ്, ഇത് ഡ്രാഗ് ഓൺ ചെയ്ത് കൊണ്ടുപോവാണ്, പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഇറാൻ ഹാസ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഐഡിയ ഓഫ് എ ന്യൂക്ലിയർ വെപ്പൺ. ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളൊരു സ്വപ്നത്തിൽ നിന്ന് ഇറാൻ പുറത്തു വന്നേ പറ്റും. ദേ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ വെപ്പൺ. അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഒറ്റ അജണ്ടയേ ഉള്ളൂ, അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ടാർഗറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിനിടയിലൂടെ ഇറാൻ പല ഷോയും കാണിക്കുന്നുണ്ട്. അവർ ചെന്ന വഴിക്ക് തന്നെ റഷ്യയെ കോണ്ടാക്ട് ചെയ്യുന്നു, ഇറാനെ കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അവർക്ക് സുഹൃത്തുക്കളാണ്. അവരോട് എല്ലാവരോടും ചേർന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ആരെയൊക്കെയോ ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ ഈ ആളുകളെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റഷ്യയെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, റഷ്യ ഈ ആദ്യത്തെ കരാറിൽ 2015 ഉണ്ടാക്കിയിട്ടുള്ള JCPOA എന്ന് പറയുന്ന കരാറിനകത്തെ കക്ഷിയാണ് റഷ്യ. അപ്പോൾ റഷ്യയുണ്ട്, ചൈനയുണ്ട്,
US ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. അപ്പോൾ ഇത്രയും 6 കക്ഷികളും ഇറാനുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതിൽ ആ രാജ്യങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം ആ പഴയ കരാറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന് ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരാറിനനുസരിച്ച് 300 കിലോഗ്രാം 3.67% എൻറിച്ച്ഡ് യുറേനിയമാണ് ഇറാന് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത്രേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. 300 കിലോഗ്രാമേ പറ്റുള്ളൂ. അതിൻ്റെ മാക്സിമം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് 3.67% ആണ്. ഇറാന്റെ എല്ലാ പീസ്ഫുൾ ആയിട്ട് ന്യൂക്ലിയർ പർപ്പസുകൾക്കും അത് മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. അതിനപ്പുറത്തേക്കുള്ള എൻറിച്ച്മെന്റ് പാടില്ല, അതിനപ്പുറത്തേക്കുള്ള വെയിറ്റും പാടില്ല. അപ്പം അതിൽ കക്ഷികളായിട്ടുള്ള രാജ്യങ്ങളെ ഇറാൻ കോൺടാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇറാഖിനെ എന്ത് കോൺടാക്ട് ചെയ്യുന്നു? 10 വർഷം ഇറാൻ യുദ്ധം ചെയ്ത രാജ്യമാണ് ഇറാഖ്. അപ്പോൾ ആരൊക്കെയോ ഇറാന്റെ ഭാഗത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് ഇറാൻ നടത്തുന്നത്. നേരത്തെ ഇവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് സൗദി അറേബ്യനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ഒക്കെയാണ്. ഇപ്പം അവരോടുള്ള സ്നേഹമൊക്കെ വിട്ടു. അമേരിക്ക തന്നെ പ്രപ്പോസ് ചെയ്തു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ചർച്ചയാവാം, പക്ഷേ അത് അവർക്ക് പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒക്കെ ഇപ്പോൾ അവരുടെ സൗഹൃദ പട്ടികയിൽ നിന്ന് പുറത്തുപോയി. കാരണങ്ങൾ അറിയില്ല. കാരണം ഇതൊരു തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനെ സംബന്ധിച്ച് അങ്ങേയറ്റം തീവ്രവാദികളായിട്ടുള്ള ഒരു മത നേതൃത്വമാണ് രാജ്യം ഭരിക്കുന്നത്. നേരെ മറിച്ച് ജനങ്ങൾ നേതൃത്വവുമായിട്ട് വളരെ അകലത്തിലാണ്. അപ്പോൾ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന റെസ്പോൺസുകൾ നിന്ന് മനസ്സിലാവുന്ന എങ്ങനെയെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടും, പ്ലീസ്. ന്യൂക്ലിയർ ബോംബ് വേവിച്ചെന്നാൽ ആർക്കെങ്കിലും വിശപ്പ് മാറിക്കിട്ടും. ഈ മതനേതൃത്വത്തിന് 4 ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നേരെ മറിച്ച് പൊതുജനത്തിന് അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല. അവരുടെ ആവശ്യം ഈ സാങ്ഷൻസ് ഒന്ന് നീങ്ങി കിട്ടി, പോക്കറ്റിൽ 10 കാശ് വരണം, നന്നായി ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. അപ്പോൾ എത്രയും വേഗം ഒരു ന്യൂക്ലിയർ ഡീലിൽ എത്തിയിട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ് ഇറാനിലെ പൊതുജനം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജനത്തിന്റെ ആഗ്രഹം അങ്ങനെയായിരിക്കെ മതനേതൃത്വത്തിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ചർച്ച പൊളിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ബോംബ് ഉണ്ടാക്കി പെട്ടിക്കകത്ത് വെക്കണം എന്നുള്ളതാണ് അവരുടെ ധാരണ. അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എല്ലാ ന്യൂക്ലിയർ സെന്ററുകളും US അല്ലെങ്കിൽ ഇസ്രായേലോ തകർത്ത് കളയും എന്നുള്ളത് 100% ഉറപ്പാണ്. മിലിറ്ററി പവേഴ്സ് കമ്പയർ ചെയ്യുന്ന ആർക്കും അറിയാം, ഇറാൻ എന്ന് പറയുന്നത് അമേരിക്ക പോലത്തെ ഒരു ശക്തിയുടെ മുൻപിലൊന്നുമില്ല, ഇസ്രായേലിന്റെ മുൻപിൽ പോലും ഒന്നുമല്ല എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് പെർമിഷൻ കിട്ടിയാൽ മതി, ഇസ്രായേലിന് ആരുടെ സഹായം വേണ്ട. ഒരു പെർമിഷൻ കിട്ടിയാൽ അവർ ഇത് തകർത്തിരിക്കും. കൂടാതെ ഇതിനകത്ത് ഇവർ ഡയറക്റ്റ് ടോക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഒന്നാമത്തെ റീസൺ, ഡയറക്റ്റ് ടോക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡ്രോണിനെ കുറിച്ചും മിസൈലിനെ കുറിച്ചും ചർച്ച വരും എന്നുള്ള ഭയമാണ് ഇവരെ പേടിപ്പെടുത്തുന്നത്. ഇവർ ഈ ന്യൂക്ലിയർ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം ചർച്ചയിലെ അജണ്ടയാക്കി ഒതുക്കി നിർത്തുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മാത്രമല്ല, ഖമനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്, ഈ കോൺവെർസേഷനിൽ ഒരു കാരണവശാലും മിസൈൽ ടെക്നോളജി അല്ലെങ്കിൽ മിസൈൽ ഡെവലപ്മെന്റ്, മിസൈൽ റിസർച്ച്, അതുപോലെ ഡ്രോൺ ടെക്നോളജി, ഡ്രോൺ റിസർച്ച്, ഇതൊരു കാരണവശാലും ഡിസ്കഷനിൽ വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു ഡയറക്റ്റ് ടോക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ അമേരിക്കയുടെ ടോക്കുകളിലെ ഒരു രീതി അവരെ മുൻധാരണകളിൽ നിന്ന് വ്യത്യസ്തമായി കോൺവെർസേഷൻ ടേബിൾ ബിഹേവ് ചെയ്യുമെന്നാണ് ഇന്റർനാഷണൽ മീഡിയ പറയുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് പുതിയ സാധനങ്ങൾ എടുത്ത് ഇടുകയും അത് അജണ്ടയിൽ വന്ന് ഇവർക്ക് ഒരുപക്ഷെ അതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെടുകയും അത് ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇവർ ഭയപ്പെടുന്നത്. വാസ്തവത്തിൽ അമേരിക്ക ഇതുവരെ ഇവരുടെ മിസൈൽ ടെക്നോളജിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡ്രോൺ ടെക്നോളജിയെക്കുറിച്ചോ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. ഇവരുടെ മിസൈൽ ഡെവലപ്മെന്റുകളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. വേറൊരു സ്റ്റേജിൽ സംസാരിക്കരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം അമേരിക്ക എന്താ പറയുന്നത് ഇറാൻ നിശ്ചയിക്കാനൊന്നും പറ്റില്ല. ഈ ടോക്കിന്റെ ഡേറ്റ് തന്നെ ഈ കഴിഞ്ഞ ശനിയാഴ്ച ടോക്ക് എന്നുള്ളത് ഇറാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക നിശ്ചയിച്ചത്. അമേരിക്ക നിശ്ചയിച്ച് ശനിയാഴ്ച ടോക്ക് ഉണ്ട്, അത് ഒമാനിൽ വെച്ചാൽ നടക്കുക എന്ന് പറയുകയാണ് ചെയ്തത്. ഇറാൻ അവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതൊരു സ്റ്റേജിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാം എന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഞെരിവരി കൊള്ളുന്നത്. ഇവർ റഷ്യയുടെ അടുത്തും ഇറാന്റെ അടുത്തും ഒക്കെ പോയിട്ട് ഒച്ചയുണ്ടാക്കാനുള്ള കാരണം അമേരിക്ക ഏത് നിമിഷമാണ് അവർ പറയുന്ന ആ ഒരു സ്റ്റാൻഡിൽ നിന്ന്, ഇപ്പോൾ അവർ പീസ്ഫുൾ ടോക്ക്, കൺസ്ട്രക്റ്റീവ് ടോക്ക് എന്നൊക്കെ പറയുന്നവർ ഇത് ചുമ്മാ വേസ്റ്റ് ആയിരുന്നു എന്ന് ഇവർ ഏത് നിമിഷം പറയും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ഗ്യാരണ്ടിയും ഇറാൻ ഇല്ലാത്തത് കൊണ്ടും ആത്മധൈര്യം ഇല്ലാത്തത് കൊണ്ടുമാണ് ഇറാൻ ഇങ്ങനെ ഈ ലോകം മുഴുവൻ നടന്ന് എല്ലാവരെയും കോൺടാക്ട് ചെയ്യാനും എല്ലാവരും നമ്മളുടെ സൗഹൃദ പട്ടികയിലാണെന്ന് വരുത്തി തീർക്കാനും ഒക്കെ ശ്രമിക്കുന്നതെന്നാണ് അനലിസ്റ്റുകളുടെ ഒബ്സർവേഷൻസ് ആയിട്ട് വാൾസ്ട്രീറ്റ് ജേർണലിലടക്കം അടിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ടോക്ക് ഇതിന്റെ ഭാവി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അടുത്ത സാറ്റർഡേയിലെ ഒരു ടോക്ക് കുറച്ചും കൂടി ഡിസിസീവ് ആയിരിക്കും നമുക്ക് വിചാരിക്കാം. കുറച്ചും കൂടി കൃത്യതയോടെ കാര്യങ്ങൾ മുന്നോട്ട്. ഈ ആദ്യത്തെ റൗണ്ട് ടോക്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ട് കൂട്ടരും ഒരു നല്ല നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകും എന്നൊരു പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ കോൺവെർസേഷൻ മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അടുത്ത ആഴ്ച ശനിയാഴ്ച നടക്കുന്ന ടോക്കിൽ ഇതിൻ്റെ ഒരു ഡയറക്ഷനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി. ഇതിൽ വല്ല സാധ്യതയും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മൂഡ്, അപ്പോൾ 2-4 ദിവസം കഴിഞ്ഞുള്ളൊരു മൂഡ്, ആദ്യത്തെ ഒരു ആഹ്ലാദം ഇപ്പോൾ കാണാനില്ല.
ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും തീർത്തും പരസ്പരം സംശയിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഗാസയിലുള്ള പരിപാടി അവർ പൂർവാധികം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഗാസയുടെ ഒരുപാട് പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്ത് അവിടെ നാടുകളെ തീർത്തും ഒഴിപ്പിച്ച് ഇനി തിരിച്ചിങ്ങോട്ട് വരേണ്ട എന്നുള്ള സ്റ്റൈലിലാക്കിയിട്ടുണ്ട്. ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ അവർ വ്യാപകമായ തോതിൽ ആക്രമിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടി ഹമാസ് അവർ നിരായുധരാവുന്ന വിഷയമേ ഇല്ല എന്നൊരു പ്രഖ്യാപനം അതിനിടയിൽ കൂടെ നടത്തിയിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം അവർ നിരായുധരാവുന്നോ ഇല്ലയോ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വിഷയമല്ല. കാരണം അവിടെ ഹമാസിനെയോ പാലസ്തീനികളെയോ ഗാസയിൽ തുടരാൻ അനുവദിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണം അവരുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ. അതിനിടയിലുള്ള ഹൂതികൾ തങ്ങൾ ചത്തുപോയിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു 3 മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അവരയച്ചിരുന്നു. മിസൈലൊന്നും അവിടെ എത്തിയതൊന്നുമില്ല. എങ്കിൽ പോലും ഹൂതികളുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്ത ഒരു സംഗതിയായിട്ട് വേണം വിചാരിക്കാൻ. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഈ ന്യൂക്ലിയർ ചർച്ച തന്നെയാണ്.